ിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം.പി. രാജേഷ് അടുത്ത ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ മേഖലകളിലെ പുതിയ ഇളവുകൾ, ഭേദഗതികളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതിൽ ബിൽഡിംഗ് റൂൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഇന്ന് ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് സൂചിപ്പിക്കുന്നത്. വേഗത്തിൽ തന്നെ പറഞ്ഞു വെക്കാം, ദീർഘിപ്പിക്കുന്നില്ല. ഒന്ന്, വീടിനോട് ചേർന്നുള്ള ചെറിയ വ്യവസായങ്ങൾ, അത് വാണിജ്യവും ഉൽപാദനപരവുമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കെട്ടിടങ്ങളുടെ ലൈസൻസിന് ചില ഇളവുകൾ വരുന്നു, ഭേദഗതികൾ കൊണ്ടുവരാൻ പോവുകയാണ്. ആ ഭേദഗതികൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ ആയിരിക്കും എന്നാണ് മന്ത്രി പറയുന്നത്. ജിഒ ഇറങ്ങിയിട്ടില്ല. ജിഒ ഇറങ്ങിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങൾ നിങ്ങളുമായി ഈ ചാനൽ പങ്കുവെക്കുന്നുണ്ട്. അതിൽ ഈ ലൈസൻസിന് ഈ ഫീസ് കണക്കാക്കുന്ന ഒരു സ്ലാബ് സിസ്റ്റം നിലവിലുണ്ട്. അത് പരിഷ്കരിക്കും. അപ്പോൾ ഇളവുകൾ കുറച്ച് കൂടുതൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. ലൈസൻസ് എടുക്കാൻ വൈകുന്നതിന് വേണ്ടി വൈകിയാൽ നമ്മൾ നൽകേണ്ടതായ ഫീസുണ്ട്, അതായത് ലേറ്റ് ഫീ. ആ ഫീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളതിൽ നിന്നും കുറവ് വരുത്തും. ഇനി അടുത്ത് പറയുന്ന ഭേദഗതി, ഈ മാലിന്യം, വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മാലിന്യങ്ങളുടെ അളവ് അനുസരിച്ച് അവർക്ക് യൂസർ ഫീ നിശ്ചയിക്കും. നേരത്തെയും ഏകദേശം ഇതിന് സമാനമായ ഒന്നാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തത വന്നിരിക്കുകയാണ്. ആ മാലിന്യം എത്രയാണോ അതിനനുസരിച്ച് അതിൽ ഇളവുണ്ടാകും, യൂസർ ഫീയിലുള്ള ഇളവ് വരും. ഇനി വ്യാപാര സ്ഥാപനത്തിൽ നിന്നുള്ള ഹരിതകർമ്മസേനയുടെ ഫീസ് സർക്കാർ നിശ്ചയിക്കും. ഇപ്പോൾ ഏകദേശം ഹരിതകർമ്മസേന പലയിടങ്ങളിലും പലതരത്തിലുള്ള ഫീസുകൾ ആണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് നല്ല ആക്ഷേപങ്ങൾ പലയിടത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരാണ് ഇനി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഈ ഹരിതകർമ്മസേനയുടെ ഫീസ് നിശ്ചയിക്കുക. മറ്റൊന്ന്, വീടുകളിൽ നിന്നായാലും സ്ഥാപനങ്ങളിൽ നിന്നായാലും ആഴ്ചയിലൊരിക്കൽ പ്ലാസ്റ്റിക് മാലിന്യം നിർബന്ധമായും ശേഖരിക്കണം എന്ന വ്യവസ്ഥ പുതിയ ഭേദഗതിയിൽ കൊണ്ടുവരും. അടുത്തത്, എല്ലാത്തരം അജൈവ മാലിന്യത്തിനും ഒറ്റ ഫീസായിരിക്കും, പലതരത്തിലുള്ള ഫീസ് ആയിരിക്കില്ല. അജൈവ മാലിന്യം എന്ന് പറയുന്നതെല്ലാം തന്നെ ഒറ്റ ഫീസിൻ്റെ ചാർട്ടിൽ വരും. പലതരം അജൈവ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്കിനൊന്ന്, ഈ കുപ്പിച്ചില്ലുകളും അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേറൊന്നു, അങ്ങനെയൊക്കെ ഈ പാഴ്വസ്തുക്കളായ തുണികൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയതിന് വേറൊന്നുമൊക്കെ ആയിരുന്നു. ഇതെല്ലാം ഏകീകരിച്ചിട്ട് അതിന് ഒരൊറ്റ സ്ലാബിലേക്ക് അത് കൊണ്ടുവരും എന്നുള്ളതാണ്. ഇനി സാധാരണ നിലയിൽ ഈ ഹരിതകർമ്മസേന വന്ന് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഒരു ഡേറ്റുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു കലണ്ടർ തന്നെ അതിന് അവർ എല്ലാ വീടുകളിലും പ്രിൻ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷൻ ഏരിയയിലൊക്കെ അത് കൊടുക്കുന്നുണ്ട്. ഈ ലോക്കൽ ബോഡിയായ മുനിസിപ്പാലിറ്റി, പഞ്ചായത്തിലൊക്കെ അത് കൊടുക്കുന്നുണ്ടോ എന്നെനിക്ക് തീർച്ചയില്ല. എന്തായാലും ആ ദിവസങ്ങളിൽ ഹരിതകർമ്മ സേന വന്ന് കൃത്യമായും എടുക്കുന്നതിലുപരിയായി ചില പ്രത്യേക സമയങ്ങളിൽ നമുക്ക് ഹരിതകർമ്മ സേനയെ ഈ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി അവരോട് റിക്വസ്റ്റ് ചെയ്ത് അവരെ നിയോഗിക്കാം. പക്ഷേ അതിന് അഡീഷണൽ ഫീസ് വേറെ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ഭേദഗതിയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ഇനി ലൈസൻസിൻ്റെ കാര്യത്തിൽ സ്പോട്ടിൽ തന്നെ ലൈസൻസ് പുതുക്കി കൊടുക്കുകയും അത് ഓൺലൈനിൽ തന്നെ അപേക്ഷ ക്ഷണിച്ച് എന്തെങ്കിലും രേഖകളുടെ കുറവുണ്ടെങ്കിൽ അത് രേഖാമൂലം തന്നെ ഈ കക്ഷിയെ, അപേക്ഷകനെ അറിയിച്ച് അത് ലൈസൻസ് കൊടുക്കണം എന്നുള്ളതാണ്. കാര്യകാരണങ്ങളൊന്നും കൂടാതെ ഒരു ലൈസൻസിന് അപേക്ഷിക്കുന്ന ആളിനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ചുരുക്കം. ഇപ്പോൾ ലൈസൻസിന് അപേക്ഷിക്കുന്ന ആളെ ഓഫീസിൽ വിളിച്ചു വരുത്തിയേ ചില ഉദ്യോഗസ്ഥർക്ക് മതിയാവുള്ളൂ. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി അത് പറ്റില്ല എന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നടപ്പിലായാൽ കൊള്ളാം. ഇതുപോലെ പലപ്പോഴുമൊക്കെ സർക്കാർ കർശനമായ നിർദ്ദേശം നൽകിയിട്ടും അതിനെ എല്ലാത്തിനെയും ഓവർടേക്ക് ചെയ്യുന്ന സമീപനമാണ് ചില ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാകാറുള്ളത്. എല്ലാവരിൽ നിന്നുമല്ല കേട്ടോ. ഞാൻ ഇത് അങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ മാത്രമേ ഞാൻ അക്കാര്യത്തിൽ പഴിചാരുന്നുള്ളൂ. അപ്പോൾ ഇനി അത് പറ്റില്ലെന്ന് സർക്കാർ പറയുന്നു. നിങ്ങൾ സ്പോട്ടിൽ തന്നെ നിങ്ങൾ ലൈസൻസ് കൊടുക്കണം. ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും രേഖകൾ ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ രേഖകൾ വേണമെന്ന് കാണിച്ചുകൊണ്ട് രേഖാമൂലം തന്നെ അപേക്ഷകനെ അറിയിച്ചാൽ മതി. വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ അവരുമായിട്ട് ആവശ്യങ്ങളൊന്നും ഉന്നയിക്കാൻ പോണ്ട എന്ന് ചുരുക്കം. ഇത്രയുമാണ് ഈ ലൈസൻസുമായി ബന്ധപ്പെട്ട്
ഇപ്പോൾ സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതികൾ. ഇതിൻ്റെ ജിഒ വന്നതിന് ശേഷം ഇതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ ഈ ചാനലിൽ എപ്പിസോഡായി അവതരിപ്പിക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്തരം വിവരങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടും. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം എന്നുള്ളൊരു അപേക്ഷ കൂടിയുണ്ട്. നന്ദി.